ഇറാൻ എന്ന രാജ്യം പിന്നെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത ഇനി ഇസ്രായേലിനെയും ഇറാനെയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് മുഴുവൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അമേരിക്കയെയും പിടിച്ചു കുലുക്കുന്നുണ്ട്. ഇത് ഇനി ഒരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ഇത് ആഗോള സംഘർഷമാണ്. ലോകത്തിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞോ? 2600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 4 ബൈബിൾ പ്രവാചകന്മാർ പേർഷ്യ എന്ന ഈ ഇറാനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അവർ ആ രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഏത് ആയുധമാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ആയുധം എങ്ങനെ തകർക്കപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ നേതാക്കളാണ് വീഴുന്നത് എന്ന് പോലും പ്രവചിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 28 ഈ പ്രവചിച്ച ഓരോ വാക്കും ഒരൊറ്റ രാത്രിയിൽ തന്നെ നിറവേറി. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനി മരിച്ചു. സൈനിക കമാൻഡിന്റെ ഘടന തന്നെ ഇല്ലാതായി. മിസൈൽ പ്രവർത്തനങ്ങളെല്ലാം കത്തിനശിച്ചു. ഇന്ന് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും ബൈബിളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. ഇറാനെക്കുറിച്ചുള്ള 4 പുരാതന പ്രവചനങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനത്തോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഈ സമയത്ത് ഈ മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നതിനെ ദൈവം ഒരു പുരാതന ചരിത്രം എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രവചനം, ദൂതൻ പറഞ്ഞ ആട്ടിൻകൊറ്റനും പിന്നീട് അതിന് സംഭവിച്ചതും. പ്രവചനം ഗൗരവമായി പഠിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇറാൻ എന്ന പേര് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അതോ അനുമാനത്തിലോ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിലാണോ ഇങ്ങനെ ഒരു ദേശത്തെക്കുറിച്ച് നാം പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഉത്തരം അല്ല എന്നതാണ്. ഇറാൻ എന്ന ദേശത്തെക്കുറിച്ച് പറയുന്നത് ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാതാവോ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞരോ അല്ല. ഇത് ദൂതൻ തന്നെ നേരിട്ട് പറഞ്ഞ പേരാണ്. ദാനിയേലിന് ഒരു ദർശനം ഉണ്ടായി. ഏലാം പ്രവിശ്യയിലെ ഊലാ നദീ തീരത്ത് അവൻ നിൽക്കുന്നതായിട്ട് കണ്ടു. ഷൂഷാൻ ഒരു പ്രതീകാത്മക സ്ഥലമല്ല. ഏലാം സാമ്രാജ്യത്തിന്റെ പുരാതന തലസ്ഥാനമായ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഒരു നഗരമാണിത്. പിന്നീട് ആ സ്ഥലം പേർഷ്യ എന്നറിയപ്പെട്ടു. ഇറാനെക്കുറിച്ചുള്ള ഈ ദർശനം ദാനിയേൽ ഇറാനിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് ലഭിക്കുന്നത്. ദർശനത്തിൽ നദീതീരത്ത് നിൽക്കുന്ന സമയത്ത് ശക്തമായ ഒരു ആട്ടിൻകുറ്റൻ നിൽക്കുന്നത് ദാനിയേൽ കണ്ടു. അതിന് 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഉയരമുണ്ടായിരുന്നു. ഏറ്റവും ഉയർന്നത് അവസാനം മുളച്ചു വന്നതായിരുന്നു. ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചുകൊണ്ടിരുന്നു. ഒരു മൃഗത്തിനും അതിനെ ചെറുക്കാനോ അതിനെ നിർത്താനോ കഴിഞ്ഞില്ല. അതിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു. അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അത് ചെയ്തു. അങ്ങനെ അത് ഭയങ്കര വലുതായി. ദാനിയേലിനാണെങ്കിൽ ഈ ദർശനം കണ്ടിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഗബ്രിയേൽ പറഞ്ഞു, നീ കണ്ട 2 കൊമ്പുള്ള ആട്ടിൻകൊറ്റൻ മേദ്യ പേർഷ്യ രാജാക്കന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. ഇന്നത്തെ ഇറാന്റെ ഭൂശാസ്ത്രപരമായി സംയോജിപ്പിച്ച പ്രദേശമായ 2 പുരാതന നാഗരികതകളായ മേദ്യ പേർഷ്യയെക്കുറിച്ച് ദൂതൻ തന്നെ പറഞ്ഞു. ഈ ആട്ടിൻകൊറ്റൻ ഇറാനാണ്. ഇത് വ്യാഖ്യാനമല്ല, ദൈവത്തിന്റെ ദൂതൻ തന്നെ നേരിട്ട് പറഞ്ഞ പേരാണ്. ഇതിനുശേഷം ആ ആട്ടിൻകൊറ്റൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. അത് പടിഞ്ഞാറ്, വടക്ക്, തെക്ക് അങ്ങനെ എല്ലാ ഭാഗത്തിലും ഇടിച്ചു. പുരാതന പേർഷ്യൻ സാമ്രാജ്യം 3 ദിശകളിലേക്ക് വികസിച്ചു. പടിഞ്ഞാറൻ ഭാഗത്ത് ബാബിലോൺ, ലിദിയ, ഈജിപ്തിലേക്കും, വടക്ക് കോക്കസസ്, മധ്യേഷ്യ ഭാഗത്തേക്കും, തെക്ക് വശത്ത് അറേബ്യൻ, പേർഷ്യ, ഗൾഫ് ഭാഗത്തേക്കും വികസിച്ചു. അങ്ങനെ പുരാതന ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രബലമായ ഒരു സാമ്രാജ്യമായിരുന്നു ഇത്. ഇന്നത്തെ ഇറാനുമുള്ളത് ഇതേ മാതൃകയിലാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ലെബനോണിലെ ഹിസ്ബുല്ലയിൽ നിന്ന് സിറിയയിലും ഇറാഖിലുമുള്ള മിലീഷ്യ ശൃംഖലകളിലും, തെക്ക് യമനിലെ ഹൂത്തീസിന്റെ ശൃംഖലകളിലും, വടക്ക് റഷ്യയുമായുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ ശൃംഖലകളിലും നമുക്കത് കാണാൻ പറ്റും. ആ ആട്ടിൻകൊറ്റൻ ഇപ്പോഴും വ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ലോകം ഇപ്പോഴും തടയാനും പാടുപെടുന്നുണ്ട്. എന്നാൽ ഈ ദർശനം ആട്ടിൻകൊറ്റന്റെ ആധിപത്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിക്കുന്നില്ല. പടിഞ്ഞാറിൽ നിന്നുള്ള ഒരു ശക്തി ആ ആട്ടിൻകൊറ്റനെ എതിർത്ത് വന്ന് അക്രമാസക്തമായ ശക്തി കൊണ്ട് അതിനെ അടിച്ചു വീഴ്ത്തിക്കളഞ്ഞു എന്ന് പറയുന്നു. ദാനിയേലിന്റെ ദർശനത്തിൽ ആട്ടിൻകൊറ്റൻ തകർന്നു വീണു. അതിന്റെ ശക്തി ഇല്ലാതായിപ്പോയി. പേർഷ്യയുടെ അവസാനത്തെക്കുറിച്ച് മാത്രമല്ല ഈ പ്രവചനം പറയുന്നത്. ആ തകർച്ച അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ന് നാം വായിക്കുന്ന വാർത്തകളെല്ലാം 2600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ തന്നെ വിവരിച്ച കാര്യങ്ങളാണ്. ഇറാൻ എന്തു ചെയ്യുമെന്നും അതിൻ്റെ അഹങ്കാരവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ അന്ത്യത്തെക്കുറിച്ച് മാത്രമാണ് ദാനിയേൽ കണ്ടത്. എന്നാൽ ഇനി പറയാൻ പോകുന്ന അടുത്ത പ്രവാചകൻ ഇറാൻ ആരുമായി സഖ്യത്തിൽ ഏർപ്പെടും എന്ന് പോലും പ്രവചിക്കുന്നുണ്ട്. 2ാമത്തെ പ്രവചനം, ആ രാജ്യം ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആരുമായി സഖ്യത ചെയ്യും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേരാണ് യെഹെസ്കേൽ. ദൈവം അവന് കാണിച്ചത് വളരെ വ്യക്തമായ ഒരു സൈനിക സഖ്യമായിരുന്നു. അത് അന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ലാത്തൊരു കാര്യമായിരുന്നു. യെഹെസ്കേൽ 38-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അരുളപ്പാട് പ്രവാചകന് വന്നു. രോഷ്, മേശക്,
തൂബാൽ എന്നിവരുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന് നേരെ നിന്റെ മുഖം തിരിച്ച് എന്ന് പറയുന്നു. മുഴുവൻ ബൈബിളിലും വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ഒന്നാണിത്. ഗോഗ് ഒരു നേതാവാണ്. അവസാന നാളുകളിൽ ഇസ്രായേലിനെതിരെ വലിയ സൈനിക സഖ്യത്തെ നയിക്കുന്ന ഒരു ഭരണാധികാരിയാണിത്. മാഗോഗ് അവന്റെ ദേശമാണ്. ജൂത ചരിത്രകാരനായ യോസിബസ് മോഗ് എന്നത് സിയാൻ എന്ന പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. കോക്കസസ് പർവ്വത നിരകൾക്കപ്പുറത്തുള്ള ഒരു വിശാലമായ പ്രദേശമാണത്. തൽമൂദും ആദ്യകാല സഭാപിതാക്കന്മാരും മോഗ് എന്നത് ഇസ്രായേലിന്റെ വടക്കറ്റത്തുള്ള ഒരു പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ പണ്ഡിതന്മാർ മോഗിനെ ഇന്നത്തെ റഷ്യയുടെ പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഹെസ്കേലിന്റെ പ്രവചനം ഏത് വശത്ത് എന്നതിനെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേൽ പർവ്വത നിരകൾക്ക് എതിരെ കൊണ്ടുവരും എന്ന് ദൈവം പറഞ്ഞു. ഇതൊരു ചെറിയ പരാമർശമല്ല. മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെടുന്നതിന് മുമ്പുള്ള അവസാനത്തെ വലിയ സൈനിക സംഘടനകളിൽ ഒന്നാണ് ഗോഗ് മാഗോഗ് എന്ന് പ്രവചനം വിവരിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു സഖ്യത ഉണ്ടാകും. ദൈവം തന്നെ എഹെസ്കേലിന് ആ രാജ്യങ്ങളുടെ ഒരു പ്രത്യേക പട്ടിക പറയുന്നുണ്ട്. പാഴ്സികൾ, കൂഷിയർ, പൂത്തിയർ, ഗോമർ, തൊഗർമ എന്നീ രാജ്യങ്ങൾ ഗോഗിന്റെ കൂടെ ഉണ്ടാകും. 2500 വർഷങ്ങൾക്ക് മുമ്പ് 5 രാജ്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞു. പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. കൂഷ് ഇന്നത്തെ സുഡാനും കിഴക്കൻ ആഫ്രിക്കയുമാണ്. പൂത്ത് ഇന്നത്തെ ലിബിയയും വടക്കേ ആഫ്രിക്കയുമാണ്. ഗോമറും തൊഗർമയും ഇന്നത്തെ തുർക്കിയിലും കോക്കസിലുമുള്ള പ്രദേശങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കൊന്നും പൊതുവായ ഭാഷയില്ലായിരുന്നു, പൊതുവായ അതിർത്തി ഇല്ലായിരുന്നു, തമ്മിൽ യുദ്ധം ചെയ്യാൻ ഒരു കാരണവും അന്നില്ലായിരുന്നു. എന്നിട്ടും അവർ ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമെന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ പ്രവചിച്ചു. ആ പ്രവചനം അനുസരിച്ച് 2025 ജനുവരിയിൽ റഷ്യയും ഇറാനും 20 വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്തം, അതായത് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, രണ്ടുപേർക്കും പൊതുവായ ഇന്റലിജൻസ്, പരസ്പരമുള്ള പ്രതിരോധം എന്നിവയ്ക്ക് വേണ്ടി ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പുവെച്ചു. റഷ്യ ഇറാന് Su-35 എന്ന യുദ്ധവിമാനങ്ങൾ കൊടുത്തു. അതിനുശേഷം S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്ക് കൊടുത്തു. അതിനുശേഷം നൂതന റഡാർ എല്ലാം അവർക്ക് വിതരണം ചെയ്തു. ഇറാൻ തിരിച്ച് റഷ്യയ്ക്ക് ഡ്രോണുകൾ കൊടുത്തു. ഈ ഡ്രോണുകളാണ് റഷ്യ ഉക്രൈനിൽ ഉപയോഗിച്ചത്. റഷ്യ അത് ഉപയോഗിക്കുക മാത്രമല്ല ചെയ്തത്, അത് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഫാക്ടറികൾ അവർ അവിടെ നിർമ്മിച്ചു. ഇത് തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്നത് പോലെ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതല്ല. ഇതെല്ലാം ആയുധങ്ങളാണ്. ഇത് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു സഖ്യമാണ്. ഹോർമുസ് കടലിടുക്കിനടുത്ത് റഷ്യ, ഇറാൻ, ചൈന എന്ന രാജ്യങ്ങൾ ചേർന്ന് സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. എഹെസ്കേൽ പ്രവചിച്ച രാജ്യങ്ങളുടെ സഖ്യങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നല്ല, ഇത് രൂപപ്പെട്ട് കഴിഞ്ഞു. ഒരു രാജ്യവുമായി മാത്രമാണ് സഖ്യത ഉണ്ടാകുന്നതെങ്കിൽ അത് തികച്ചും യാദൃശികമാണെന്ന് പറയാം. പക്ഷേ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 5 രാജ്യങ്ങൾ പരസ്പരം ആയുധങ്ങൾ ധരിച്ച് സംയുക്ത അഭ്യാസങ്ങൾ ഉണ്ടാകുമെന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിവരിച്ചതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നത്. അത് ഒരിക്കലും യാദൃശികമല്ല. രാജ്യങ്ങളുടെ സഖ്യത ചേർന്ന് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ അന്തിമ പങ്ക് എന്താണ്? അതിനെക്കുറിച്ച് വേറൊരു പ്രവാചകൻ വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. 3-ാമത്തെ പ്രവചനം, രാജ്യത്തിൻ്റെ വില്ല്, ആയുധം, അതിൻ്റെ പ്രഹരം. ഇതിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്റെ പേരാണ് ഇരമ്യാവ്. ഇരമ്യാവ് കൃത്യമായി പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. മറ്റു പ്രവാചകന്മാർ ഏകദേശം ഒരു ഐഡിയയാണ് പറയുന്നത്. പക്ഷേ ഇരമ്യാവ് കൃത്യമായ നഗരം, ഏത് രാജാവ്, സംഭവങ്ങൾ നടക്കാൻ പോകുന്ന ക്രമം എല്ലാം വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. 49-ാം അധ്യായത്തിൽ ദൈവം ഇരമ്യാവിനോട് രാജ്യങ്ങൾക്കകത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പേർഷ്യ എന്ന മുഴുവൻ രാജ്യത്തെക്കുറിച്ചല്ല, ഒരു പ്രത്യേക പ്രദേശം, ഒരു പ്രത്യേക ആയുധം, ഒരു പ്രത്യേക ഫലം എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാ ഞാൻ ഏലാമിൻ്റെ വില്ലൊടിക്കും, അവരുടെ ശക്തിയുടെ മുഖ്യധാരയെ തന്നെ. ഏലാം എന്നാണ്, പേർഷ്യ എന്നല്ല. ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുണ്ടായിരുന്ന പുരാതന നാഗരികതയാണ് ഈ ഏലാം. ഇന്നത്തെ ഇറാനിയൻ പ്രവിശ്യയായ കൊസ്തൂനും ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് ഇത്. ഇന്ന് ആ പ്രദേശത്ത് എന്താണ് ചെയ്യുന്നത് എന്നറിയാവോ? ഇറാന്റെ ആണവ കേന്ദ്രം, ഇറാന്റെ പ്രാഥമിക ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണവും സംഭരണ കേന്ദ്രങ്ങളും, ഇറാന്റെ ദീർഘദൂര ആക്രമണ ശേഷിയുടെ നട്ടെല്ലായി വർത്തിക്കുന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയാണുള്ളത്. ഇരമ്യാവ് ഒരു വലിയ സാമ്രാജ്യത്തെ വിരൽ ചൂണ്ടിയല്ല സംസാരിച്ചത്, ഒരു പ്രത്യേക പ്രവിശ്യയിൽ എന്ത് ചെയ്യുമെന്ന് വ്യക്തമായി പ്രവചിച്ചു. ഏലാം എന്ന ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു വില്ല്. കാരണം പുരാതന ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുന്ന സൈനിക ശക്തിയായിരുന്നു ഈ ഏലാമിന്റെ വില്ലാളികൾ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ദൂരെയുള്ള എതിരാളികളെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇറാന്റെ പ്രധാന ആയുധമെന്ന് പറയുന്നത് അതിൻ്റെ മിസൈൽ ആണവശേഷിയാണ്. അതിന് ആയിരക്കണക്കിന് മൈലുകൾ കടന്ന് മാരകമായ പ്രഹരശക്തി പ്രക്ഷേപണം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ അതിനെ തകർക്കും എന്ന്.
2025 ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ വാസ്തുവിദ്യയും ആ ആയുധങ്ങൾക്ക് ചുറ്റുമുള്ള സംരക്ഷണ കവചവും നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 2026 ഫെബ്രുവരി 28-ന് അമേരിക്ക, ഇസ്രായേൽ ഒരുമിച്ച് അവരുടെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചർ, ആണവ പദ്ധതി, ഉൽപ്പാദന സൗകര്യങ്ങൾ, കമാൻഡ് ഘടനകൾ എന്നീ കാര്യങ്ങളെ ലക്ഷ്യം വെച്ചു. ഇപ്പോൾ ആ പ്രവചനം നിറവേറുന്നു. വില്ല് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാദൃശികമായിട്ടല്ല, പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ. ഇരമ്യാവ് പിന്നെയും പ്രവചിച്ചു, ആകാശത്തിൻ്റെ 4 മൂലകളിൽ നിന്നും 4 കാറ്റുകളെ ഞാൻ ഏലോമിന്മേൽ വരുത്തും. ഞാൻ സ്വർഗത്തിൻ്റെ 4 കോണുകളിൽ നിന്നും 4 കാറ്റുകളെ കൊണ്ടുവരും. 4 കാറ്റുകൾ, 4 ദിശകൾ, അതായത് എല്ലാ വശങ്ങളിൽ നിന്നും ഒരേ സമയം ഒത്തുചേരുന്ന ശക്തികൾ. ഫെബ്രുവരി 28-ന് നടന്ന യുദ്ധം ഗൾഫിൽ നിന്നുള്ള US നാവിക ആക്രമണങ്ങൾ, പടിഞ്ഞാറ് നിന്ന് ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ, അതേപോലെ തന്നെ പല വശത്തു നിന്നും ഇറാനെ ഒരേ സമയത്ത് ആക്രമിച്ചു. കൃത്യമായി ഇരമ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ. ഇരമ്യാവ് 49 അധ്യായം 38 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സിംഹാസനം ഏലാമിൽ സ്ഥാപിക്കും, ഞാൻ അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പ് ഇരമ്യാവ് ഈ അധ്യായം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നൊന്ന് നോക്കിക്കേ. പലരും 38-ാമത്തെ വാക്യം വരെ മാത്രമേ വായിക്കാറുള്ളൂ. എന്നാൽ അതിൽ 39 വാക്യമുണ്ട്. ഈ 39-ാമത്തെ വാക്യം സകല ചിന്തയെയും മാറ്റുന്ന ഒന്നാണ്. എന്നാൽ ഒടുവിൽ ഞാൻ ഏലാമിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ന്യായവിധി എന്നത് മാത്രമല്ല ഇറാനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അവസാന വാക്ക്. സൈനിക നാശത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും ആയുധങ്ങൾ നിർവീര്യമാകും എന്നൊക്കെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവചനം പറഞ്ഞ അതേ അധ്യായത്തിൽ തന്നെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തവും ഉണ്ട്. ഈ 39-ാമത്തെ വാക്യം അവിടെ ഇപ്പോൾ നിറവേറുകയാണ്. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാണാത്തവർ ഉറപ്പായിട്ടും കാണുക. 4-ാമത്തെ പ്രവചനം, ഞാൻ എൻ്റെ സിംഹാസനം ഏലാമിൽ സ്ഥാപിക്കും, ഞാൻ അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. രാജാവും പ്രഭുക്കന്മാരും. 2026 ഫെബ്രുവരി 28-ന് ടെഹ്റാനിലെ തൻ്റെ ഓഫീസിൽ വെച്ച് US ഇസ്രായേൽ ആക്രമണത്തിൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാം കൊല്ലപ്പെട്ടു. ആയത്തുള്ള അലി ഖാം ഏകദേശം 37 വർഷങ്ങളായിട്ട് ഇറാനിലെ പരമോന്നത അധികാരിയായിരുന്നു. അദ്ദേഹം രാജാവായിരുന്നു. സൈന്യം, നീതിന്യായ വ്യവസ്ഥ, ആണവ പദ്ധതി, പ്രോക്സി നെറ്റ്വർക്കുകൾ, രാഷ്ട്രത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ എല്ലാത്തിനും പരമോന്നത അധികാരിയായിരുന്നു. ഈ പരമോന്നത അധികാരി ഒറ്റയ്ക്കല്ല കൊല്ലപ്പെട്ടത്. ഖാമിൻ്റെ മകളുടെയും മരുമകൻ്റെയും ചെറുമകളുടെ മരണം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് മാത്രമല്ല, ഇറാന്റെ സൈനിക ഇൻ്റലിജൻസ് വാസ്തുവിദ്യയിലുള്ള ഒന്നിലധികം മുതിർന്ന കമാൻഡർമാരെ കൊന്നുകളഞ്ഞു. മിസൈലുകൾ നിയന്ത്രിച്ചിരുന്നവരും പ്രോക്സി നെറ്റ്വർക്കുകൾ നിയന്ത്രിച്ചിരുന്നവരെയും എല്ലാം ഇല്ലാതാക്കി. രാജാവ് ഒറ്റയ്ക്കല്ല വീണത്, പ്രഭുക്കന്മാരും അദ്ദേഹത്തോടൊപ്പം വീണു. 2600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നിവൃത്തിയായി. ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമല്ല. BC 6-ാം നൂറ്റാണ്ടിൽ ഒരു ചുരുളിൽ എഴുതിയ 2026 ഫെബ്രുവരി 28-ാം തീയതി വാർത്തയായ ഒരു സംഭവമാണിത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും നമ്മുടെ കണ്ണിന് മുന്നിൽ നിറവേറുകയാണ്. ഈ പ്രവചനങ്ങൾ സത്യമാണോ എന്ന് ഇനി ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ തെളിവ് ഇപ്പോൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇനി അടുത്തു വരുന്ന പ്രവചന നിവൃത്തി കാണാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് അടുത്ത ചോദ്യം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രവചന നിവൃത്തിയെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ പ്രവചന സത്യത്തെ അറിയാൻ താല്പര്യമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.